എല്ലാവർക്കും ഫുട്പെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിവ്യൂ ചെയ്യാൻ പോകുന്നത് സുസുക്കി ഈയിടെയായിട്ട് പുറത്തിറക്കിയിട്ടുള്ള V-Strom SX 250 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓഫ് റോഡ് അഡ്വഞ്ചർ ബൈക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ വണ്ടിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വളച്ചുകെട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഡിസൈനിൽ തുടങ്ങാം. കാണുമ്പോൾ നിങ്ങളൊക്കെ വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി. അത്യാവശ്യം ഒരു സ്റ്റണ്ണിങ് ഡിസൈൻ എന്ന് തന്നെ പറയാം. ഒരു അഡ്വഞ്ചർ ലുക്കിൽ സുസുക്കി ഇപ്പോൾ ഒരു വണ്ടി ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഹോണ്ടയിലുണ്ട്, അതുപോലെ ഓഫ് റോഡ് വണ്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹീറോയിൽ വണ്ടിയുണ്ട്, അതുപോലെ ഇപ്പോൾ റോയൽ എൻഫീൽഡിലുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് സുസുക്കി അവരുടെ ഒരു വണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് നോക്കാം. ഒരു 3 ടൈപ്പായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതായത് ഒരു പാർക്ക് ലൈറ്റും ഒരു ഡിമ്മും സെൻട്രൽ ഒരു ബ്രൈറ്റ് ലൈറ്റും കൂടിയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. മുകളിലൊരു വൈസർ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു കവറിംഗ് ഒക്കെ തരുന്നൊരു വൈസർ തന്നെയാണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതും അത്യാവശ്യം ഒരു എടുത്ത് കാണുന്ന രീതിയിൽ തന്നെ വന്നിട്ടുള്ളത്. സൈഡിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻഡിക്കേറ്റർ ഹാലോജനാണ്, LED ഇൻഡിക്കേറ്റർ ഒന്നും അവൈലബിൾ അല്ല. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ V-Strom എന്ന് എഴുതിയിട്ട് സൈഡിലേക്കായിട്ട് ഒരു ഷാർപ്പായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. കാണാനത് അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കാരണം ഇത്തരം ഒരു അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റിങ്സിൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ ഒരു ആ ഷാർപ്പിങ്ങും ഇതൊക്കെ കൂടി നോക്കുമ്പോൾ തന്നെ ആ ഒരു അഡ്വഞ്ചർ ലുക്കിലേക്ക് നമ്മൾ ആ വണ്ടി ഒറ്റയടിക്ക് ആ ഒരു ഫീൽ തരുന്നുണ്ട്. പിന്നെ ഇത് യെല്ലോ കളറായതുകൊണ്ട് തന്നെ അത്യാവശ്യം എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ്. പിന്നെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മഫ്ലർ കാണാം. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അലോയ് വീലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിസ്ക് ബ്രേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ABS ആണ് വരുന്നത്. ഫ്രണ്ട് ABS ആണ്, ബാക്കും ABS ആണ്, ഡുവൽ ചാനൽ ABS കൂടിയാണ് വരുന്നത്. ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓഫ് റോഡ് വണ്ടികളിൽ അതല്ലെങ്കിൽ അഡ്വഞ്ചർ വണ്ടികളിലൊക്കെ കാണുന്നത് പോലെ ഒരു ഫ്രണ്ട് ടയറായിരിക്കും എപ്പോഴും വലുതായിട്ട് നമുക്ക് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരു 19 സൈസ് വരുന്ന ഒരു വലിയ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ അത് 17 ഇഞ്ചിൻ്റെ ഒരു ബാക്ക് ടയറാണ് ബാക്കിലേക്കും വരുന്നത്. ഇനി സൈഡിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിക്സിൻ്റെ അതൊരു ഫൈബർ പാർട്സിൻ്റെ ഒരു അവസാനം വരുന്നത് ടാങ്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അതിലിടയിൽ നമുക്ക് സുസുക്കി എന്ന് എഴുതിയത് കാണാം. അതുപോലെ തന്നെ ഇവിടെ SX എന്നുണ്ട്, 250 എന്നുള്ളതുണ്ട്. അതുപോലെ ഒരു എഞ്ചിൻ്റെ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സുസുക്കി ഓയിൽ കൂൾഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനും അതിനിടയിൽ ഒരു എക്സോസ്റ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു വണ്ടിക്ക് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ബാക്കിലെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഒരു യെല്ലോയിലൊരു പാനൽ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൃത്തികേടോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നേരെ ബാക്ക് സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രാബ് റീൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണ്, ബൾക്കായിട്ടുള്ളൊരു സാധനം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ടൂറിങ്ങിനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇനി എക്സ്ട്രാ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതുമ്പോൾ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു മഫ്ലറാണ്. മഫ്ലറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പണ്ട് നമ്മൾ ജിക്സറിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു ഡബിൾ എക്സിസ്റ്റുള്ള ഒരു മഫ്ലർ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ ടയർ ഞാൻ ആദ്യം പറഞ്ഞു 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അത്യാവശ്യം വീതിയുള്ള ഒരു സ്പോർട്ടി ടയറോട് കൂടിയിട്ടുള്ള ഒരു ടയർ തന്നെ വരുന്നത്. ബാക്കിലും ABS ബ്രേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടെയിൽ സെക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ടെയിൽ ലാമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. LED ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹലോജൻ ഇൻഡിക്കേറ്റർ തന്നെയാണ്. അത് ഫ്രണ്ടിലും അത് ഹലോജനാണ്, ബാക്കിലും ഹലോജനാണ്. LED-ലേക്കൊക്കെ ഒന്ന് മാറ്റാമായിരുന്നു. കാരണം ഇത്രയും ഒരു പ്രൈസ് ആയിട്ടുള്ളൊരു വണ്ടിക്ക് ആ ഒരു ലൈറ്റ് കൊടുക്കാമായിരുന്നു. സീറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റഡ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കംഫർട്ടുള്ളത് നല്ലൊരു സീറ്റ് തന്നെയാണ്. അതായത് റൈഡറിൻ്റെ ഭാഗത്താണെങ്കിലും പിനിയൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു സീറ്റ് തന്നെയാണ്. കാരണം ഇതൊരു ടൂറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനുള്ളൊരു കുഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ടോട്ടലി അത് ഫ്രണ്ട് മുതൽ ഇതിൻ്റെ ഒരു ബാക്ക് വരെയുള്ളൊരു ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഫ്ലോയിലാണ് വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഒരു ആപ്റ്റായ രീതിയിൽ തന്നെയാണ് കമ്പനി ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മുഴച്ച് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇത് സ്യൂട്ടാവാത്ത പോലെയൊന്നും എവിടെ ഫീൽ ചെയ്യാറില്ല. ഈ ഒരു ഫ്രണ്ടിലെ ഒരു ഡിസ്പ്ലേ മുതൽ ഈ ഒരു ടാങ്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒരു അധികം ഫ്ലോയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ടെയിൽ സെക്ഷൻ വരെ നല്ലൊരു ഫ്ലോയിൽ തന്നെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ട് അത്യാവശ്യം ഒരു സ്പോർട്ടി അഡ്വഞ്ചർ ലുക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഈ വണ്ടിക്ക് വേണ്ടി ഇവർ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് വണ്ടിയുടെ ഡിസ്പ്ലേയിലും കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു റൈഡിങ് പൊസിഷനിൽ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അതിലേക്കുള്ള ഒരു വ്യൂ ഒക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ആണ്. നമുക്കൊരു ബുദ്ധിമുട്ടും അതിൻ്റെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യില്ല. ഇനി മീറ്ററിലേക്ക് നോക്കിയാൽ ഇവിടെ മേലെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ഇവിടെ ടാക്കോമീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ ടോട്ടൽ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇനി ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ബാക്കി ആക്സറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് സുസുക്കിയുടെ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ആ ആപ്പ് വെച്ച് നമുക്കിത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ലൊക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം വണ്ടിയുടെ മിസ് കോൾ, നമുക്ക് കോൾ അലേർട്ട് വരും, വാട്സപ്പ് അലേർട്ട് വരും. അതുപോലത്തുള്ള അലേർട്ടും കാര്യങ്ങളൊക്കെ ആ ആപ്പ് വഴി വെച്ചിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും വണ്ടികളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടെ ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ABS-ൻ്റെ ഉണ്ട്, RPM-ൻ്റെ വാണിങ്ങും എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈഡിലും വരുന്നുണ്ട്. അത് മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം ഡീസൻറ്റുമാണ്. കാണാനാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുമുണ്ട്. ഇനി നമ്മൾ സ്വിച്ചസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് നമുക്ക് വണ്ടിയുടെ സ്റ്റാർട്ട് സ്വിച്ച് വരുന്നത്, അത് ഇഗ്നീഷൻ വരുന്നത്. ജസ്റ്റ് ഒരു ടച്ചാണ് വേണ്ടി വരുന്നുള്ളൂ. ഇനി ഇവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ബീം ഉണ്ട്, ലോ ബീം വരുന്നുണ്ട്. ഇവിടെ ഒരു പാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പാസ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നത്. ഇനി ഇവിടെ താഴെ ഒരു ഹോൺ ബട്ടണാണ് വരുന്നത്. ഹോണൊക്കെ അത്യാവശ്യം ഒരു നോർമൽ ഹോണാണ്, അതിലൊരു എക്സ്ട്രാ ലൗഡായിട്ടുള്ളൊരു ഹോണൊന്നുമല്ല, ഒരു നോർമൽ ഹോൺ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് സെക്ഷനിലെ കാര്യങ്ങൾ വരുന്നത്. ഇനി മിറേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം വിസിബിൾ തന്നെയാണ്, ബാക്കിലേക്കൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കംഫർട്ട് ആകും. ആ ഭാഗത്തുനിന്നും വണ്ടി തരുന്നുണ്ട്. ഇനി സീറ്റ് ഹൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ 835 ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഞാനൊരു 163 സെൻറ്റിമീറ്ററുള്ള ഹൈറ്റുള്ള ഒരാളാണ്. എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും ഫൂട്ടെത്തില്ല. ഏകദേശം എൻ്റെ ഒരു തള്ളവിരൽ രണ്ട് സൈഡും തട്ടുന്ന രീതിയിലാണ് എനിക്ക് വണ്ടിയുടെ ഫൂട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തായാലും ടെസ്റ്റ് റൈഡ് എടുക്കുക. കാരണം ഹൈറ്റ് ഒരു പ്രോബ്ലം ആയിട്ട് വരുമോ എന്നുള്ളത് നോക്കേണ്ടി വരും. അത് കാരണം ഒരു 163 സെൻറ്റിമീറ്ററിൽ എനിക്കിത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ, കാരണം ഒരു ഓഫ് റോഡിങ്ങിലൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാകുമ്പോൾ നമുക്കത് ബാക്കിലോട്ടൊക്കെ എടുക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് നോക്കുക. കാരണം ഇത്തരം വണ്ടികൾക്ക് അത്യാവശ്യം സീറ്റ് ഹൈറ്റ് കാര്യങ്ങളും വരുന്നതുമാണ്. പിന്നെ വെയിറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 168 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ഈ ഒരു വണ്ടിയുടെ CC ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഹെവി വെയിറ്റ് ഒന്നുമല്ല. എന്നാലും നമുക്കൊരു മാനേജ് ചെയ്യാൻ കഴിയാവുന്ന ഒരു വെയിറ്റ് തന്നെയാണ് വണ്ടി കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മോട്ടോ GB എഡിഷൻ എൻജിൻ എന്നൊക്കെ ഒരു പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു CC എന്നൊക്കെ പറഞ്ഞാൽ 249 CC ആണ്. അപ്പോൾ 250 CC എന്ന് തന്നെ പറയാം. അതിൻ്റെ മാക്സിമം ഹോഴ്സ് പവർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26.5 Nm PS ആണ് ഇതിൻ്റെ ഹോഴ്സ് പവറിൻ്റെ കാര്യം വരുന്നത്. അതായത് 9300 RPM-ലാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരിക. ഇനി ടോർക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22.2 Nm ടോർക്കാണ് വരുന്നത്. അതും 7300 RPM-ലാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത്യാവശ്യം ഒരു 250 CC, അതായത് നമ്മളിതിൽ ജിക്സർ 250-ലൊക്കെ കണ്ടിട്ടുള്ള അതൊരു എഞ്ചിനാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊന്നും പെർഫോമൻസ് ഇപ്പോൾ ഞാനിത് ഓടിച്ച് വെച്ച് നോക്കിയതൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഒരു 250 CC നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ വണ്ടി തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ എത്ര വണ്ടികൾ, അതൊരു ഓഫ് റോഡ് അഡ്വഞ്ചർ വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അതും ഈ വണ്ടിക്ക് കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 205 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വരുന്നത്. കാരണം ഇത്തരം വണ്ടികൾക്ക് ഈ ഒരു ഓഫ് റോഡിങ്ങുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇത്ര ഒരു ഗ്യാപ്പ് ആവശ്യമായിട്ട് തന്നെ വരും. പിന്നെ അതുപോലെ ഇവിടെ ഒരു നല്ലൊരു മെറ്റൽ കവറിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തേക്ക്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതും ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനായിട്ടും അല്ലെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. അതിലൊന്നും സുസുക്കി ഒരു മോശം കാണിച്ചിട്ടില്ല. ഇനി ഫ്രണ്ടിലേക്ക് ഒരു ഫുഡ് പാക്കിൻ്റെ ഭാഗത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലൊരു നല്ലൊരു റബ്ബർ കുഷനോട് കൂടിയിട്ടൊരു ഫുഡ് പാക്സൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന പോലത്തുള്ള ഒരു അലുമിനിയം ഫുഡ് പാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലും ഒന്നും പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം സിമ്മാമോട് കൂടിയിട്ടൊന്നുമല്ല വണ്ടി വരുന്നത്. അതിൻ്റെ ഒരു പോരായ്മ വണ്ടിക്കുണ്ട്. അതൊന്ന് പരിഹരിക്കാമായിരുന്നു തോന്നി. കാരണം ഇത്രയും റേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി വരുമ്പോൾ എല്ലാ ഒരു ഭാഗവും ഒരേപോലെ ഒരു പരിഹരിക്കാമായിരുന്നു എന്ന് തോന്നി. ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതായത് V-Strom 650 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വെഹിക്കിളുണ്ട്. അതിൻ്റെ അതേ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വണ്ടിയിൽ. പിന്നെ അത് കൂടാതെ വണ്ടിയുടെ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ, അതായത് ഫ്രണ്ടിലെ സസ്പെൻഷൻ വരുന്നത് 120 mm ടെലസ്കോപ്പിക് ട്രാവലിംഗ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമുക്കതൊരു ടൂറിങ്ങിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സസ്പെൻഷനാണ് ഫ്രണ്ടിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിത് കുറച്ച് ഓഫ് റോഡിലൊക്കെ ചെറിയൊരു ഓഫ് റോഡിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയത് വണ്ടിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു
കംഫർട്ട് വണ്ടി നമുക്ക് തരുന്നുണ്ട്. അതായത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ ഓടിച്ച് പോകാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ റോഡിലായിക്കോട്ടെ അതുപോലെ തന്നെ ഓഫ് റോഡിലായിക്കോട്ടെ അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പാണെന്നുണ്ടെങ്കിലും ടയറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ആണെങ്കിൽ നല്ലൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതായത് രണ്ടും മൾട്ടി പർപ്പസ്ഫുൾ ടയറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. MRFൻ്റെ ടയർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി അത്യാവശ്യം ഒരു ഹെവി കംഫർട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ടൂറിങ്ങിനാണെന്നുണ്ടെങ്കിലും ഓഫ് റോഡിങ്ങിനാണെന്നുണ്ടെങ്കിലും എന്തിനാണെങ്കിലും നമുക്കൊരു വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി വണ്ടി നമുക്കിപ്പോൾ ഒരു ഓൺ റോഡിൽ എനിക്ക് ഓടിക്കുമ്പോൾ ആദ്യം തോന്നിയൊരു ഫീല് വണ്ടിയുടെ ഹൈറ്റാണ്. അത്യാവശ്യം നല്ലൊരു നമ്മൾ ഈ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടും തരാത്തൊരു സീറ്റിംഗ് പൊസിഷൻ എന്ന് തന്നെ പറയാം വണ്ടിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് കംഫർട്ടായിട്ട് എത്ര നേരമാണെന്നെങ്കിലും ഓടിക്കാൻ കഴിയാവുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് വണ്ടി നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോങ് റൈഡിലേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു രീതിയിലുള്ളൊരു കംഫർട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ സീറ്റായിട്ട് നമ്മൾ ഏതൊരു ഹൈറ്റിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കുന്നൊരു നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതും നമുക്കൊരു കോൺഫിഡൻസ് തന്നെയാണ് എനിക്ക് തരുന്നത്. വണ്ടി ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഒക്കെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് കഴിയുന്ന രീതിയിൽ തന്നെയാണ് വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും ഈ ഒരു ഹാൻഡിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലിൻ്റെ അവിടെ തന്നെ നമുക്കൊരു ഹാൻഡിൽ കവറും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയുള്ള ആ ഒരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും ഭാഗത്തുനിന്നും വണ്ടി കുറച്ച് ഡീസൻ്റ് തന്നെയാണ്. ഇനി വണ്ടിയുടെ ഗിയർ ബോക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സാണ് വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം ഭയങ്കര സ്മൂത്തറായിട്ടുള്ളൊരു ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം ഓടിച്ചാൽ എനിക്കൊരു ഫാൾസ് ന്യൂട്രോ കാര്യങ്ങളൊന്നും വീണിട്ടില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ നമുക്ക് നല്ല ഒരു ഈസി ആയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗിയർ ബോക്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്തറായിട്ടുള്ള ക്ലച്ചാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അതായത് ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കയ്യിനൊന്നും ഒരു ബുദ്ധിമുട്ട്, ഫിംഗറിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെയാണ് ക്ലച്ചിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തും വലിയൊരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ABS ആയതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തും ഇനി കൂടുതൽ നമുക്കൊരു ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടായില്ല. അതും അത്യാവശ്യം ഡീസൻ്റ് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടൊരു ബ്രേക്കിംഗ് കപ്പാസിറ്റി വണ്ടിക്ക് തന്നെയുണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഈ വണ്ടി എനിക്ക് റോഡിൽ ഓടിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് എൻഡിലേക്കൊന്നും ശ്രമിക്കുന്നില്ല. ടോപ്പ് എൻഡ് എത്രയാണെന്ന് നോക്കാനൊന്നും ഞാൻ ഈ വണ്ടി ശ്രമിക്കുന്നില്ല. അതിനകത്തൊരു റോഡും നമുക്കിവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ടോപ്പ് എൻഡ് സ്പീഡൊന്നും കാണിക്കുന്നില്ല. എന്നാലും വണ്ടി നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് മുതലുള്ള ഒരു പെർഫോമൻസിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റായിട്ടൊരു പുള്ളിങ് നമുക്ക് വണ്ടി തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു ടോപ്പ് എൻഡ് ഈ വണ്ടിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസാണ് വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിയാണ്. ഏകദേശം 12 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അത് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കമ്പനി പറയുന്നത് 35 ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മീറ്ററിൽ ആവറേജ് മൈലേജൊക്കെ കൂട്ടുമ്പോൾ ഒരു 40ൻ്റെ അടുത്ത്, അതായത് കുഴപ്പമില്ലാത്ത സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 40ൻ്റെ അടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ പറയാണ്ട് പോയത് ഇവിടെ നമുക്കൊരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് എക്സ്ട്രാ നമുക്കൊരു ചാർജിങ്ങിന് വേണ്ടിയിട്ടൊരു മൊബൈൽ ചാർജറൊന്നും ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടി വരില്ല. അതിന് എക്സ്ട്രാ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. ഇനി വണ്ടിയുടെ പ്രൈസിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2,76,000 വണ്ടിയുടെ പ്രൈസ് വരുന്നത്. അതിൽ നമുക്ക് 3 കളർ അവൈലബിൾ ആണ്, ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഈ ഒരു യെല്ലോ. മൂന്നിനും ഒരേ റേറ്റ് തന്നെയാണ്. അതിലും ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. റേറ്റിൻ്റെ കാര്യത്തിലൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത് വളാഞ്ചേരി സുസുക്കിയുടെ ഷോറൂമായ മങ്കാട്ടിൽ മോട്ടോഴ്സാണ്. അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ ഈ വണ്ടി വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കേണ്ട കാര്യത്തിനോ അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ.